വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ജെറമിയ 28-ാം അധ്യായത്തിൽ വ്യാജപ്രവാചകന്മാർക്കെതിരായുള്ള മുന്നറിയിപ്പാണ്. സെദെക്കിയാവിൻ്റെ ഭരണകാലത്ത് പ്രവാചകനായ ഹനന്യാവ് യിരെമ്യാവിൻ്റെ മുമ്പിൽ പ്രവചിച്ചു. 2 വർഷത്തിനുള്ളിൽ യഹോവ ബാബിലോൺ രാജാവിൻ്റെ നുകം പൊട്ടിച്ചു കളയും. ബാബിലോണിലേക്ക് കൊണ്ടുപോയ ക്ഷേത്രോപകരണങ്ങളും രാജാവായ യെഹോയാക്കും മകനായ കൊണിയയും തിരികെ കൊണ്ടുവരും. യഹോവ ജെറമിയോട് പറഞ്ഞു, നുകം പൊട്ടിച്ചു കളഞ്ഞു, പക്ഷെ ഞാൻ ഇരുമ്പിൻ്റെ നുകമിടും. ഹനന്യാവ് വ്യാജമായി പ്രവചിച്ചതിനാൽ ആ വർഷം തന്നെ മരിക്കും. ജെറമിയ 29-ാം അധ്യായത്തിൻ്റെ സന്ദേശം പ്രവാസ ജീവിതത്തിൽ വിശ്വാസം വേണമെന്നും ദൈവം അവരെ വിട്ടുകളഞ്ഞിട്ടില്ല, അവർക്ക് ഭാവി ഒരുക്കിയിരിക്കുന്നു, സമാധാനത്തിനായി പ്രവർത്തിക്കുക, അവരുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ പദ്ധതികൾ ശാന്തിയും പ്രത്യാശയും നൽകുന്ന പദ്ധതികളാണ് എന്നതുമാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. 29-ാം അധ്യായം 11-ാം തിരുവചനം. ജെറമിയ 30-ാം അധ്യായത്തിൽ യഹോവ ജെറമിയോട് തൻ്റെ വചനങ്ങൾ ഒരു പുസ്തകത്തിൽ എഴുതാൻ കൽപ്പിച്ചു. അതിൽ ഇസ്രായേലിനും യഹൂദയ്ക്കും പുനരുദ്ധാനം വാഗ്ദാനം ചെയ്യുന്നു. യാക്കോബിൻ്റെ കഷ്ടകാലമുണ്ടാകും, അതൊരു വലിയ അനർത്ഥകാലമായിരിക്കും. എന്നാൽ ദൈവം തൻ്റെ ജനത്തെ രക്ഷിക്കും, അവർ വീണ്ടും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കും. ദൈവം അവരുടെ രോഗങ്ങൾ സുഖപ്പെടുത്തും, പ്രവാസത്തിൽ നിന്ന് തിരികെ കൊണ്ടുവരും, ശത്രുക്കൾക്ക് ശിക്ഷ വരും. എന്നാൽ ഇസ്രായേലിനും യഹൂദയ്ക്കും പ്രത്യാശയും ഭാവിയും ഉണ്ടാകും. ദൈവം തൻ്റെ ജനത്തെ വീണ്ടും ദാവീദിൻ്റെ സന്തതിയിൽ നിന്നുള്ള രാജാവിൻ്റെ കീഴിൽ സ്ഥാപിക്കും. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയിൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.